ക്രാറ്റിംഗ് ഡാങ്. ഈ കമ്പനിയെ പറ്റി ഇതിനു മുന്നേ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലായിരിക്കും അല്ലേ? എന്നാൽ ക്രാറ്റിംഗ് ഡാങ് നിങ്ങളിൽ പലരും കുടിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞാലോ? ഇനി കുടിച്ചിട്ടില്ലെങ്കിൽ പോലും കേട്ടിട്ടെങ്കിലും ഉണ്ടാകും. വെൽക്കം ടു ക്യാപ്റ്റൻ ബ്രാൻഡ്. വർഷം 1982. ബ്ലെൻഡാക്സ് എന്ന ജർമ്മൻ ടൂത്ത് പേസ്റ്റ് കമ്പനിയുടെ മാർക്കറ്റിംഗ് ഡയറക്ടറായ ഡീട്രിച്ച് മറ്റേഷ്ചിറ്റ്സ് എന്ന ഓസ്ട്രിയക്കാരൻ TC ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ഓണറായ ചലയോ യുവീദിയെ ഒരു ബിസിനസ് ആവശ്യത്തിനായി സന്ദർശിക്കുന്നു. ജർമ്മനിയിൽ നിന്ന് തായ്ലൻഡ് വരെയുള്ള 12 മണിക്കൂറോളം നീണ്ട ഫ്ലൈറ്റ് യാത്ര. പോരാത്തതിന് ടൈം സോൺ മാറിയതിനാൽ ജെറ്റ് ലാഗ് കൂടിയായപ്പോൾ ഡീട്രിച്ച് വളരെ ക്ഷീണിതനായാണ് യുവീദിയെ മീറ്റ് ചെയ്തത്. ഇത് മനസ്സിലാക്കി യുവീദിയ തൻ്റെ കമ്പനിയുടെ പ്രൊഡക്റ്റായ ക്രാറ്റിംഗ് ഡാങ് ഡീട്രിച്ചിന് കുടിക്കാൻ കൊടുത്തു. അത് കുടിച്ച ഡീട്രിച്ച് തൻ്റെ ജെറ്റ് ലാഗ് മാറിയെന്ന് മാത്രമല്ല, പതിവിലും ഉന്മേഷവാനായി യുവീദിയായിട്ടുള്ള തൻ്റെ മീറ്റിംഗ് പൂർത്തിയാക്കുവാനും സാധിച്ചു. ഈ അത്ഭുതമരുന്ന് എന്താണ് എന്നായിരുന്നു ഡീട്രിച്ചിൻ്റെ മനസ്സിൽ. ഡീട്രിച്ച് യുവീദിയയോട് തന്നെ ആ അത്ഭുതമരുന്നിനെ പറ്റി ചോദിച്ചു. തായ്ലൻഡിലെ തൊഴിലാളികൾക്കായി 1975 യുവീദിയ ഫോർമുലേറ്റ് ചെയ്ത ഒരു മധുരമുള്ള കാഫിനേറ്റഡ് ഡ്രിങ്ക് ആയിരുന്നു ക്രാറ്റിംഗ് ഡാങ്. ഒരു മരുന്ന് രൂപത്തിൽ ഫാർമസികളിൽ കൂടി വിറ്റിരുന്ന ക്രാറ്റിംഗ് ഡാങ്ങിൻ്റെ പ്രധാന ചേരുവകൾ വെള്ളം, പഞ്ചസാര, കാഫിൻ, ടൂറിൻ, ഇനോസിറ്റോൾ, വൈറ്റമിൻ ബി ഒക്കെ ആയിരുന്നു. ജോലി കഴിഞ്ഞ് മടുത്തു വരുന്ന തൊഴിലാളികൾ തങ്ങളുടെ ക്ഷീണം അകറ്റുവാനും ഉന്മേഷം കിട്ടുവാനും ക്രാറ്റിംഗ് ഡാങ് വാങ്ങി കുടിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രാറ്റിംഗ് ഡാങ് തായ്ലൻഡിലെ തൊഴിലാളികളുടെ ഇടയിൽ വളരെ പ്രസിദ്ധമായിരുന്നു. ഈ ഡ്രിങ്ക് നിസ്സാരക്കാരനല്ല എന്ന് മനസ്സിലാക്കിയ ഡീട്രിച്ച് എന്തുകൊണ്ട് ഈ പ്രൊഡക്റ്റ് നമുക്ക് വെസ്റ്റേൺ മാർക്കറ്റിൽ അവതരിപ്പിച്ചുകൂടാ എന്ന് ചിന്തിക്കുകയും അതിൻ്റെ ഫലമായി യുവീദിയയോടും യുവീദിയയുടെ ഉടമസ്ഥതയിലുള്ള ക്രാറ്റിംഗ് ഡാങ്ങിൻ്റെ മാനുഫാക്ചേഴ്സായ TC ഫാർമസ്യൂട്ടിക്കൽസായും പാർട്ണർഷിപ്പ് രൂപീകരിക്കുകയും ചെയ്തു. ഇരുവരും $5 ലക്ഷം വീതം ഇൻവെസ്റ്റ്മെൻറ്റിൽ 49% പാർട്ണർഷിപ്പിൽ പുതിയൊരു കമ്പനി തുടങ്ങുകയും ചെയ്തു. ബാക്കി വന്ന 2% ഷെയർ യുവീദിയയുടെ മകന് വേണ്ടി ഡീട്രിച്ച് നൽകി. അങ്ങനെ മൊത്തം 51% ഷെയർ യുവീദിയയ്ക്കും ബാക്കിയുള്ള 49% ഷെയറും അതിനോടൊപ്പം കമ്പനി നടത്തിപ്പ് അവകാശവും ഡീട്രിച്ചിനും എന്ന പരസ്പര ധാരണയിൽ അവർ ഉടമ്പടി രൂപീകരിച്ചു. എന്നാൽ ക്രാറ്റിംഗ് ഡാങ് അതേപോലെ തന്നെ അവതരിപ്പിച്ചാൽ ഒരുപക്ഷെ വെസ്റ്റേൺ മാർക്കറ്റിൽ സ്വീകാര്യത ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഡീട്രിച്ച് നീണ്ട 3 വർഷത്തെ മാർക്കറ്റ് റിസർച്ചിനും പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിനും ശേഷം തൻ്റെ ഉൽപ്പന്നം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ തയ്യാറാക്കി. കാർബണേറ്റ് ചെയ്ത് ഒരു സോഡ പോലെയാക്കി അന്നത്തെ സോഫ്റ്റ് ഡ്രിങ്ക് മാർക്കറ്റിലേക്ക് പുതിയൊരു പ്രൊഡക്റ്റായി ക്രാറ്റിംഗ് ഡാങ്ങിനെ അവതരിപ്പിക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം. തൻ്റെ പുതിയ ഡ്രിങ്ക് രൂപത്തിലും ഭാവത്തിലും ക്രാറ്റിംഗ് ഡാങ് പോലെ ആകരുത് എന്ന് ഡീട്രിച്ചിന് നിർബന്ധമായിരുന്നു. കാരണം തായ്ലൻഡിൽ ക്രാറ്റിംഗ് ഡാങ് ഒരു മരുന്ന് കുപ്പിയിൽ ഫാർമസികൾ വഴിയായിരുന്നു വിറ്റിരുന്നത്. പോരാത്തതിന് ഡീട്രിച്ചിൻ്റെ പുതിയ ഫോർമുലേഷൻ ക്രാറ്റിംഗ് ഡാങ്ങിന് ചുമമരുന്നിനോട് സാദൃശ്യമുള്ള ഒരു രുചിയും നൽകിയിരുന്നു. ഈ കാരണങ്ങൾ ആളുകളിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാനും തൻ്റെ ഉൽപ്പന്നം ഒരു മരുന്നാണെന്ന് തെറ്റിദ്ധരിക്കാനും സാധ്യതയുണ്ടെന്ന് ഡീട്രിച്ചിന് അറിയാമായിരുന്നു. 1987 ഏപ്രിൽ 1 തൻ്റെ മാതൃരാജ്യമായ ഓസ്ട്രേലിയയിൽ വെച്ച് ഡീട്രിച്ച് തൻ്റെ പുതിയ ഡ്രിങ്ക് ലോഞ്ച് ചെയ്തു. ക്രാറ്റിംഗ് ഡാങ്ങിനേക്കാൾ 33% കാഫിൻ കണ്ടന്റ് കൂട്ടി മരുന്ന് കുപ്പിക്ക് പകരം വെള്ളിയിൽ നീല കളറുള്ള ക്യാൻ ഉപയോഗിച്ച് ഡീട്രിച്ച് തൻ്റെ പുതിയ ഉൽപ്പന്നത്തെ ഓസ്ട്രിയൻ മാർക്കറ്റിലേക്ക് അവതരിപ്പിച്ചു. ചുവപ്പ് എന്ന അർത്ഥം വരുന്ന ഡാങ് എന്ന വാക്കും കാള എന്ന അർത്ഥം വരുന്ന ക്രാറ്റിംഗ് എന്ന വാക്കും അതേപോലെ ഇംഗ്ലീഷിലേക്ക് മാറ്റി ഡീട്രിച്ച് തൻ്റെ പുതിയ ഡ്രിങ്കിനെ റെഡ് ബുൾ എന്ന് വിളിച്ചു. അതെ ഗൈസ്, നമ്മൾക്കെല്ലാം സുപരിചിതമായ, നമ്മളിൽ ഭൂരിഭാഗം പേരും കുടിച്ചിട്ടുള്ള അതേ റെഡ് ബുൾ. ഒരു കാലത്ത് ക്രാറ്റിംഗ് ഡാങ് എന്ന പേരിൽ തായ്ലൻഡിൽ മരുന്ന് കടകൾ വഴി വിറ്റിരുന്ന ഒരു ഡ്രിങ്ക് 37 വർഷങ്ങൾക്ക് മുന്നേ പൂർണ്ണമായും ഒരു പുതിയ പ്രൊഡക്റ്റായി സോഫ്റ്റ് ഡ്രിങ്ക് മാർക്കറ്റിൽ വന്ന് പല രാജ്യങ്ങളും കയ്യേറി ലോകമറിയുന്ന ഒരു ബ്രാൻഡായി മാറി. റെഡ് ബുൾ ഇന്ന് അറിയപ്പെടുന്നത് ഒരു എനർജി ഡ്രിങ്ക് കമ്പനി ആയിട്ടല്ല, മറ്റു കമ്പനികളിൽ നിന്ന് റെഡ് ബുളിനെ വ്യത്യസ്തമാക്കുന്നത് അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഇന്ന് റെഡ് ബുൾ എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരങ്ങൾ ഏറെയാണ്.
Ła! Jedzie po to. റെഡ് ബുളിൻ്റെ ഈ കഥ ഇതിനു മുന്നേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഷെയർ യുവർ ആൻസേഴ്സ് ഇൻ ദ കോമെൻറ്റ്സ്. നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ചൈന, ഇന്തോനേഷ്യ, മലേഷ്യ, നേപ്പാൾ, മ്യാൻമാർ, തായ്വാൻ, ഫിലിപ്പീൻസ്, തായ്ലൻഡ്, മംഗോളിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിലുണ്ടെങ്കിലോ അവിടേക്ക് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിലോ അവർക്ക് ക്രാറ്റിംഗ് ഡാങ് എന്ന ദ ഒറിജിനൽ റെഡ് ബുൾ ട്രൈ ചെയ്യാവുന്നതാണ്. ഈ രാജ്യങ്ങളിലെല്ലാം ഇപ്പോഴും ക്രാറ്റിംഗ് ഡാങ് അവൈലബിൾ ആണ്. റെഡ് ബുളിൻ്റെ ഈ കഥ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ദിസ് വീഡിയോ. അടുത്ത ഒരു കഥയുമായി വീണ്ടും വരുന്നതുവരെ ബൈ ബൈ.